റഷ്യ ഉക്രൈൻ യുദ്ധം 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും സമാധാന ചർച്ചകൾക്കുള്ള എല്ലാ സാധ്യതകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എടുത്ത കടുത്ത നിലപാടുകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. പരസ്പരം നടത്തുന്ന ദീർഘദൂര മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കണമെന്ന ഉക്രൈന്റെ ഔദ്യോഗിക നിർദ്ദേശത്തെ പുടിൻ പൂർണ്ണമായും നിരസിച്ചു. ബലഹീനതയുടെയോ പരാജയഭീതിയുടെയോ നിഴലിൽ നിന്നുകൊണ്ട് ഉക്രൈനുമായി യാതൊരുവിധ ചർച്ചകൾക്കും റഷ്യ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ക്രെംലിൻ ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. ഉക്രൈൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശത്തെ ഒരു തന്ത്രപരമായ നീക്കമായി മാത്രമായാണ് മോസ്കോ വിലയിരുത്തുന്നത്. യുദ്ധമുന്നണിയിൽ റഷ്യൻ സൈന്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങളിൽ നിന്നും അവരുടെ ശ്രദ്ധ തിരിക്കാനുള്ള കീവ് ഭരണകൂടത്തിന്റെ ഒരു അടവ് നയം മാത്രമാണ് ഈ നിർദ്ദേശമെന്ന് പുടിൻ തുറന്നടിച്ചു. റഷ്യയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് വരെ സൈനിക നടപടിയിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ലെന്നാണ് റഷ്യൻ പ്രസിഡന്റ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഡോൺബാസ്, സപ്പോറിഷ്യ, ഖേർസൺ എന്നീ തന്ത്രപ്രധാനമായ മേഖലകൾ പൂർണ്ണമായും റഷ്യയുടെ അധീനതയിലാക്കുക എന്ന ലക്ഷ്യത്തിൽ തങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ദീർഘദൂര ആക്രമണങ്ങൾ നിർത്തലാക്കാനുള്ള ഉക്രൈന്റെ താൽപര്യം അവരുടെ പ്രതിരോധ നിരയിലുണ്ടായ തകർച്ചയാണ് കാണിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഷ്യൻ മിസൈലുകളെ തടയുന്നതിൽ പരാജയപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പുടിന്റെ ഈ കടുത്ത പ്രതികരണം വരും മാസങ്ങളിൽ യുദ്ധം കൂടുതൽ മാരകമായ ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. വരാനിരിക്കുന്ന ശരത്കാല ശീതകാലങ്ങളിലോ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലോ ഉക്രൈനിലെ ഊർജ്ജ നിലയങ്ങൾക്കും സൈനിക ആസ്ഥാനങ്ങൾക്കും നേരെ വലിയ തോതിലുള്ള മിസൈൽ വർഷം റഷ്യ നടത്തിയേക്കാം. യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന ആത്മവിശ്വാസമാണ് പുടിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങളെ അതിജീവിച്ച് റഷ്യൻ പ്രതിരോധ വ്യവസായം വലിയ തോതിൽ ആയുധങ്ങളും ആധുനിക ഡ്രോണുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘകാലം യുദ്ധം തുടരാൻ തങ്ങൾക്ക് സാധിക്കുമെന്നും എന്നാൽ പാശ്ചാത്യ സഹായത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഉക്രൈന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നുമാണ് ക്രെംലിൻ വിലയിരുത്തുന്നത്. ഡോൺബാസ് മേഖലയിലെ പോരാട്ടം ഇപ്പോൾ അതീവ സങ്കീർണമായ അവസ്ഥയിലാണ്. റഷ്യൻ സൈന്യം ഓരോ ദിവസവും പുതിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സപ്പോറിഷ്യയിലും ഖേർസണിലും തങ്ങളുടെ പദവി കൂടുതൽ ശക്തമാക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹം അതീവ ആശങ്കയോടെയാണ് ഈ സംഭവ വികാസങ്ങളെ വീക്ഷിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ സമാധാന ചർച്ചകൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും പുടിന്റെ കർശനമായ നിലപാട് ഈ ശ്രമങ്ങൾക്കെല്ലാം കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. റഷ്യയെ ഒരു ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഉക്രൈൻ യുദ്ധകളത്തിൽ വലിയൊരു വിജയം അനിവാര്യമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് വളരെ പ്രയാസകരമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ വിദേശ നയത്തിനും പുടിന്റെ പ്രസ്താവന വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നാറ്റോ രാജ്യങ്ങൾ നൽകുന്ന ആയുധങ്ങൾ കൊണ്ട് റഷ്യയെ കീഴ്പ്പെടുത്താമെന്ന പാശ്ചാത്യ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണെന്ന് മോസ്കോ വാദിക്കുന്നു. അമേരിക്കയിലും യൂറോപ്പിലെയും ഉക്രൈൻ യുദ്ധത്തിനുള്ള ജനകീയ പിന്തുണ കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ പുടിന്റെ കടുത്ത നിലപാടുകൾ പാശ്ചാത്യ നേതാക്കളെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ദീർഘദൂര ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കുക എന്നത് സ്വന്തം നഗരങ്ങളുടെയും ജനങ്ങളുടെയും സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും ഉക്രൈനിലെ സാധാരണക്കാരുടെ ജീവിതത്തെയും സാമ്പത്തിക ഘടനയെയും പാടെ തകർത്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഉക്രൈൻ തങ്ങളുടെ പക്കലുള്ള ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ അതിർത്തിക്കുള്ളിലെ സൈനിക താവളങ്ങളെയും എണ്ണ ശുദ്ധീകരണശാലകളെയും കൂടുതൽ ശക്തമായി ലക്ഷ്യം വെച്ചേക്കാം. റഷ്യയ്ക്ക് തത്തുല്യമായ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് മാത്രമേ അവരെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാൻ സാധിക്കൂവെന്ന നിലപാടിലേക്ക് ഉക്രൈൻ സൈന്യവും മാറിയേക്കാം. റഷ്യൻ പ്രസിഡന്റിന്റെ ഈ നിലപാട് ചൈന, ഇന്ത്യ തുടങ്ങിയ ആഗോള ശക്തികളുടെ സമാധാന ശ്രമങ്ങൾക്കും വലിയൊരു തടസ്സമാണ്. യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ച് നയതന്ത്ര ചർച്ചകളിലേക്ക് കടക്കണമെന്ന് ഈ രാജ്യങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സ്വന്തം നിബന്ധനകൾ അംഗീകരിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന പുടിന്റെ വാശി ആഗോള സാമ്പത്തിക ഭദ്രതയെയും എണ്ണവിലയെയും വരും ദിവസങ്ങളിൽ ദോഷകരമായി ബാധിക്കും. ഖേർസണിലും സപ്പോറിഷ്യയിലും റഷ്യൻ ഭരണം കൂടുതൽ ശക്തമാക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങൾ റഷ്യയുടെ ഔദ്യോഗിക ഭാഗമായി നിലനിർത്താൻ ആവശ്യമായ ഭരണഘടനാപരമായ നടപടികളാണ് ക്രെംലിൻ സ്വീകരിക്കുന്നത്. ഉക്രൈന്റെ സമാധാന നിർദ്ദേശം തള്ളിക്കൊണ്ടുള്ള വ്ളാഡിമിർ പുടിന്റെ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും ജിയോ പൊളിറ്റിക്സിനെ കൂടുതൽ വഷളാക്കുകയാണ്. റഷ്യ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുമ്പോൾ യുദ്ധഭൂമിയിൽ നിന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ ഭീതിതമായ വാർത്തകളായിരിക്കും പുറത്തുവരിക.
ലോകം ഒരു വെടിനിർത്തലിനായി കാത്തിരിക്കുമ്പോൾ റഷ്യൻ സൈന്യം തങ്ങളുടെ അടുത്ത വലിയ ആക്രമണത്തിനായുള്ള ആയുധങ്ങൾ സജ്ജമാക്കുകയാണ്.